ഹലോ ഗൈസ്, പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി റോക്ക് ബീച്ചിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ്. ഓട്ടോറിക്ഷയിലാണ് പോയത്. ഷെയർ ഓട്ടോയാണ്. ഒരാൾക്ക് 10 രൂപ വന്നിട്ടുള്ളൂ. റോക്ക് ബീച്ചിൻ്റെ അടുത്തുള്ള സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത്, ചായയും കടിയും വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ് കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ വേഗം റൂമിൽ പോവുക ചെയ്തത്. റൂമിൽ പോയിട്ട് ഞങ്ങളൊന്ന് കിടന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കുക. ബീച്ചിൽ വരുന്ന റോക്ക് ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുക. ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സ് കോളനിക്കാണ് ആദ്യം പോകുന്നത്, എന്നിട്ട് റോക്ക് ബീച്ച്. ഓക്കെ, ഇരുട്ടാവണേക്കാട്ടി മുമ്പ് എത്തണം എന്നാണ്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ അധികം ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം നടന്നുകൊണ്ടിരിക്കുക. ഇനി അവിടെ എത്തിയിട്ട് നല്ല നല്ല പ്ലേസ് കാണണമെങ്കിൽ വീഡിയോ എടുക്കാം. നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ഒക്കെ ചെറുതായിട്ട് വലുതായിട്ട് തോന്നുന്നു അല്ലേ ഫോർട്ട് കൊച്ചിൻ്റെ. ഞങ്ങളിപ്പോൾ റോക്ക് ബീച്ചിലെത്തി. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളെത്തി, റോക്ക് ബീച്ചിലെത്തി. ഇതാണ് വ്യൂ വരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ എന്താണ് അത് കാണാൻ വേണ്ടി നടക്കുകയാണ്. കുറച്ച് ദൂരം ഉണ്ട് തോന്നുന്നു. കുറച്ച് ഷോപ്പുകളുണ്ട്. കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് സജിനി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. എല്ലാവരും ഈ ഭാഗത്തായിരുന്നു തോന്നുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കിനെ കാണുന്നുണ്ട്. മേലെ ഒരു കോഫിയുടെ സ്മെല്ല് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. നല്ലൊരു കഫേ ആണ് തോന്നുന്നു. അടിപൊളി സ്മെല്ല് അടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. അവിടെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്ത് വരാൻ വന്നിട്ട്. ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടു. ഞങ്ങളിവിടെ നടക്കുവാണ്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറങ്ങി, പിന്നെ അധികം ഒന്നും നിന്നില്ല. ആ ബീച്ചിൻ്റെ അടുത്തുള്ള കുറച്ച് ഷോപ്പുകളാണ്. നിറച്ച് ഷോപ്പുകളാണ്. അതിന് ശേഷം ഞങ്ങൾ മിനിസോല പോയത്. അവിടെ ഞങ്ങൾ ഐ മാസ്ക് ഒക്കെ ഒന്ന് നോക്കി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഐ മാസ്ക് ഒക്കെ വാങ്ങി. വേറെ ഒന്നും വാങ്ങിയില്ല. ഭയങ്കര എക്സ്പെൻസീവാണ് സാധനങ്ങൾക്കെല്ലാം. ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുവാണ്. ആകെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങളെല്ലാവരും മുടിയൊക്കെ കെട്ടി വെച്ചു. പിന്നെ ഞങ്ങൾ ബസ് കാത്തിക്കുവാണ് പോകാൻ വേണ്ടിയിട്ട്. റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തിക്കുവാണ്. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ സൺഡേ മാർക്കറ്റിലൊക്കെ പോയി ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു. അതൊക്കെ ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ചൂടായതുകൊണ്ട് മുടിയൊക്കെ കെട്ടി വെച്ച് ഇനി ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ നാളെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ദോശ കഴിക്കാൻ പോവാണ്. ദോശയ്ക്ക് നോർമൽ ദോശയ്ക്ക് 15, പിന്നെ പൊടി ദോശയ്ക്ക് 20 അങ്ങനെയൊക്കെ പറയുന്നത്. ഭയങ്കര ചീപ്പാണ്. രാത്രി 10 നടത്തുന്ന കടയാണ്. ഒന്നും ഉണ്ടാവില്ല. ഐശ്വര്യ
സ്വാദിഷ്ടമായ പൊടിദോശയാണ്. കഴിക്കുകയാണ് പൊടിദോശയ്ക്ക് എത്ര രൂപയുടെ കഴിച്ചു നോക്കൂ ഐശ്വര്യ. പൊടിദോശയ്ക്ക് 20 രൂപ. 20 rupees. 20 രൂപ. 20 രൂപയുള്ളൂ പൊടിദോശയ്ക്ക് വരുന്നുള്ളൂ. എങ്ങനെയുണ്ട്? അതെ, ഇവിടെയുണ്ട്. സജിനോട് പൊടിദോശ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? എനിക്കൊരു പൊടിദോശ കൂടി വന്നിട്ടുണ്ട്. എന്തിന്റെ ടേസ്റ്റ് അടിയാ വരുന്നത്? കുരുമുളക് പൊടിയുടെ റെഡ് കളറുള്ള ഇത് പൊടിയാണ്. മുളക് പൊടി ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവർ ലേറ്റൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്ലേറ്റിനുണ്ട് 20 രൂപയൊക്കെ. എങ്ങനെയുണ്ട് ഇഷ്ടം? ചൂടല്ല, ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഉപ്പ് കുറവാണ് അല്ലേ? ഇവരെല്ലാത്തിനും കുറച്ചൊരു ഉപ്പ് കുറവുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല.